ലോകമെമ്പാടുമുള്ള മലയാളികളെ ഏകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിനെ പുതിയ വികസനത്തിൻ്റെ പാതയിലൂടെ നയിക്കുക എന്ന ഉദ്ദേശലക്ഷ്യത്തോടു കൂടി സർക്കാർ മുൻപോട്ട് വയ്ക്കുന്ന ലോക കേരള സഭ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ലോക കേരള സഭയിൽ പങ്കെടുത്ത LMS പ്രതിനിധിയായി പങ്കെടുത്ത ജോജോ തോമസ് സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. ഇതിപ്പോൾ 4ാമത്തെ ലോക കേരള സഭയാണ്. സ്വാഭാവികമായും കേരളത്തിനെ മുൻപോട്ട് നയിക്കുന്നതിൽ കേരളത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് വലിയ പങ്കുണ്ട്. പക്ഷേ പലരും പറയുന്നത് ഇത് ദൂർത്തടിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റു ചില പ്ലേ ഉണ്ട്. അപ്പം ഇത് ശരിയാണ്? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ലോക കേരള സഭ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുള്ള മലയാളികളുടെ കഴിവ്, അവരുടെ ലോകപരിചയം, ഇതൊക്കെ മനസ്സിലാക്കി കേരളത്തിലെ വികസനത്തിൽ അവർക്കെന്ത് പങ്കാളിയാവാൻ പറ്റും. അതുപോലെ തന്നെ അകം കേരളം പുറം കേരളം എന്നൊരു വ്യത്യാസമില്ലാതെ എല്ലാ മലയാളികളെയും ചേർത്ത് പിടിക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ ആശയത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ 2018 ഇത് തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് ഇതിലെങ്ങനെയാണ് ആളുകൾ മെമ്പറാവുക, ഇത്തരം കാര്യങ്ങളൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അന്ന് അതിനകത്ത് പറയുന്നത് മുഖ്യമന്ത്രി, ഇതിനകത്ത് സഭാ നേതാവും, ഉപമുഖ്യമന്ത്രി, ഇതിൻ്റെ സഭയുടെ മറ്റ് കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ്, ഉപാധ്യക്ഷനായിട്ടൊക്കെയുള്ള ഒരു രീതിയൊക്കെയാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ ഇതിനകത്ത് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതികളിൽ, അതിനുശേഷം ഇതിനകത്ത് ഇൻവോൾവ്മെൻറ്റ് ഒരു സൈഡ് മാത്രമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലവിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പല വിവാദങ്ങളായി മാറുന്ന ഒരു സാഹചര്യം. രണ്ടാമത് എന്തിനു നടത്തുന്നു എന്നുള്ളതിന് കൃത്യമായ ഒരു ധാരണ പൊതുസമൂഹത്തിൽ ഇല്ലാതെ വരുന്നു. 2018 എനിക്ക് തോന്നുന്നത് ഇത് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കണ്ടു. പിന്നെ 2020 ഇത് നടത്തുന്നത്. 20 നടത്തുമ്പം ഇതിനകത്ത് പ്രതിപക്ഷത്തെ എത്രമാത്രം താല്പര്യത്തിൽ കണ്ടു എന്ന് എനിക്കറിയില്ല. പക്ഷേ 2022 കുറച്ച് ആളുകളൊക്കെ ഇതിനകത്ത് വന്നു. പക്ഷെ പലപ്പോഴും നമുക്കറിയാം കേരളത്തിൽ രാഷ്ട്രീയപരമായ പല കാര്യങ്ങളും പല സാഹചര്യങ്ങളും മാറുന്നു. 2022 അന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾ പല ആളുകൾ MLA-മാരായി, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഗവൺമെൻറ് നടത്തുന്ന ഒരു പരിപാടിയല്ലേ. അപ്പോൾ അതിനകത്ത് പല ഇതുണ്ടാകുന്നു, അത് വിവാദമാകുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ വിവാദമാകുന്നതിനകത്ത് പറയുന്ന ചിലവ് ദൂരത്തിൻ്റെ കാര്യം. 2018 ഈ വരുന്ന ആളുകളുടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഇവർ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന താമസിക്കുന്ന സൗകര്യങ്ങളും ഭക്ഷണവും. പക്ഷേ ഇതൊക്കെ വരുമ്പോഴൊന്നും ഇത് മാത്രമാണ് പുറത്ത് കാണുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്ന ഒരു ട്രാൻസ്പെറൻസി കൃത്യമായില്ല. അപ്പോൾ ഇത്തവണ ഈ 2022 നടന്ന 3ാം ലോക കേരള സഭയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഞാൻ മെമ്പറായിരുന്നു അതിൽ. അന്നേരമാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനകത്ത് കുറേ ഈ വരുന്ന ആളുകളൊക്കെ വളരെ ആവേശത്തിലാണ്. അപ്പം അമേരിക്കയിൽ നിന്ന് ആയിക്കോട്ടെ, UK ഓസ്ട്രേലിയ ആയിക്കോട്ടെ, എല്ലാ രാജ്യങ്ങളിലും. അപ്പോൾ ഈ നമ്പർ പിന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ ഗവൺമെൻറ്റിന് ഇതിനകത്ത് അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് ട്രാൻസ്പെറൻസിയുടെ കാര്യത്തിൽ, ഇപ്പം അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, ഇപ്പോൾ എവിടെയെങ്കിലും ഒരു അംഗം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മെമ്പറാവുന്നു എന്നുള്ള രീതിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം 103 രാജ്യങ്ങളിൽ നിന്നാണ് പ്രതിനിധികൾ പങ്കെടുത്തത്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഞങ്ങളൊക്കെ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പ്രവാസിയായിട്ടുള്ള മറുനാടൻ മലയാളിയാണ്. അവരെല്ലാം കൂടെ കൂട്ടിച്ചു. അപ്പോൾ ഈ വരുന്ന ആളുകളെല്ലാം വളരെ ആവേശത്തിലാണ്. അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൽ മന്ത്രിമാരിയ്ക്കുന്നു, മുഖ്യമന്ത്രി ഇരിക്കുന്നു. അവരുടെ മുമ്പിൽ ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട പരിഹാരം കിട്ടുമെന്ന് ഇവർ ഒരു പ്രതീക്ഷയിലാണ് വരുന്നത്. മേഖല തിരിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ അവിടെയൊക്കെ മന്ത്രിമാരുടെ പ്രസൻസ് ഉണ്ട്, MLA-മാരുണ്ട്, MP-മാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ അവിടെ ഇരുന്നിട്ട് ചർച്ച നടന്നു. പക്ഷേ ഇതിനകത്ത് റിസൾട്ട് പിന്നീട് ചർച്ചയൊക്കെ നടത്തി പോയതിന് ശേഷം പിന്നീട് ഇതിനെപ്പറ്റി നമുക്ക് വലിയ കാര്യമായിട്ടുള്ള അറിവില്ല. അടുത്ത ലോകസഭ സമ്മേളനം കൂടുമ്പോഴാണ് വീണ്ടും ഇത് ലൈവായിട്ട് വരുന്നത്. അതിനിടയ്ക്ക് വിദേശ രാജ്യം, ഇപ്പം ഞാനിപ്പം ഇന്ത്യക്കകത്തുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ത്യയുടെ വെളിയിലുള്ള, ഇപ്പോൾ അമേരിക്കയിൽ ഇടയ്ക്ക് റീജിയണൽ മീറ്റിംഗ് നടന്നുണ്ട്. അപ്പോൾ ഇത് ഇത്തവണ മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പ്രതിപക്ഷത്തിന് കൂടെ ഗൗരവത്തിലെടുത്തുകൊണ്ട് അവരുമായിട്ട് ചർച്ച നടത്തി ഇതൊരു സ്ഥിരം വേദിയാക്കി മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വളരെ താല്പര്യം കാണും. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം കൂടി ഇതിനകത്ത് വേണമെന്ന് ഈ അംഗങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനകത്ത് ഗവൺമെൻറ് ചിലപ്പോൾ ഒരുപക്ഷെ അത്രമാത്രം ഇതിനകത്ത് ഗൗരവത്തിൽ പ്രതിപക്ഷത്തെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെയും കൂടെ ചേർത്ത് നിർത്താനോ ചിലപ്പോൾ താല്പര്യം കാണിക്കുന്നുണ്ടോ കാണിച്ചിട്ടില്ല. നമുക്കിപ്പോൾ കാണുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്.
പക്ഷേ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിതൊന്നും നോക്കുന്നില്ല. അവർക്ക് എന്ത് വേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞങ്ങൾക്ക് പങ്കെടുക്കണം. പങ്കെടുത്തതിന് ശേഷം ഈ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്താണോ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ. ഇപ്പോൾ തന്നെ കുവൈറ്റിൽ നമുക്കറിയാം വളരെ വിഷമകരമായ അവസ്ഥയിലാണ് അവിടെയൊക്കെ എല്ലാ മെമ്പേഴ്സും ഇരുന്നത്. പിന്നെ പലരും അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വരുന്നു. അവർ പല ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വന്ന് നമ്മുടെ പ്രവാസികളായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഈ പ്രവാസികളുടെ കഷ്ടപ്പെടുക ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളാണ് ഈ മരണപ്പെട്ട്. അപ്പോൾ എന്തൊക്കെ പ്രതീക്ഷയായിട്ടായിരിക്കും ഇവർ പോയിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ അങ്ങനെ അത് കഴിയുമ്പോൾ ഇവിടെ തന്നെയുള്ള ആളുകൾ പറയുകയാണ് ഞങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുവാണ്. അപ്പോൾ അതുപോലെ തന്നെ അവിടുന്ന് ഈ പറഞ്ഞ ബോഡികൾ എത്തിക്കുന്നത് ഇതൊന്നും ഗവൺമെൻറ് അല്ല ഇതൊന്നും കൃത്യമായിട്ട് ചെയ്യുന്നത്. ഇപ്പം പലപ്പോഴും ഇപ്പോൾ ഞാൻ ഒരു സോഷ്യൽ വർക്ക് നടത്തുന്ന ഒരാളാണ്. ഞാൻ മെമ്പറായിട്ടുള്ള ഒരു സഭയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ പിന്നെ അതിൻ്റെ കൂടെ ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കൂടെ അത് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ അവർ ചേർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എപ്പോഴും നടക്കുന്നത്. അതിപ്പം ഉക്രൈനിലെ കുട്ടികളെ അവിടെ പ്രശ്നം ഉണ്ടായപ്പം കുട്ടികളൊക്കെ തിരിച്ചു വന്ന് യുദ്ധം ഉണ്ടായി തിരിച്ചു വന്ന സമയത്തൊക്കെ ഇപ്പം ബോംബെയിലാണ് ഇവിടെ കേരളത്തിലേക്ക് വന്ന കുട്ടികളൊക്കെ വന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് LKS മെമ്പർമാർ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് LKS മെമ്പർ ചെയ്തു എന്ന് അവർ പറയും. ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ നോർക്കിക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. ഇപ്പം നമുക്കിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം വന്നു, ഒരു മലയാളിക്ക് പ്രശ്നം വന്നു, പൊതുപ്രവർത്തകയാണ് സമീപിക്കുന്നത്. അപ്പോൾ അവരെന്താ ചെയ്യുക? ഇപ്പം ബോംബെയിൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ, ഇപ്പോൾ എനിക്ക് കൂടുതൽ കണക്ഷനുള്ള ഞാനായിട്ട് പ്രദാനം ചെയ്യുന്ന പിന്നെ UDF ആയിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാരാണ് നമ്മൾ പേഴ്സണൽ എന്നും അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അവർ വിളിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾ വയ നമ്പർ അറിഞ്ഞ് ബോംബെയിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത രാജ്യങ്ങൾ നമ്മൾ അവിടെയൊക്കെ ആളുകളുണ്ട്, മലയാളികളുണ്ടെന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ അറിയുന്നത് ഇത്തരം വേദികളിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തുള്ള ഒത്തിരി അപാകതകളുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ തവണ ഇത് കഴിയുമ്പോഴും ആ അപാകതകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ദൂരത്തിൻ്റെ കാര്യം പറഞ്ഞു, പക്ഷേ ഇത് എവിടെയാണ് ഈ ഗവൺമെൻറ് ഇത്രയും പൈസ വെച്ചാൽ നമ്മൾ മോണിറ്റർ സിസ്റ്റം കൊണ്ടുവരണം. ഇപ്പോൾ റൂമുകൾ കൊടുക്കുന്നു, എല്ലാവർക്കും താമസിക്കാൻ റൂം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 300 എത്രയാണോ അത് 351 ആളുകൾ പങ്കെടുത്തു ആയിട്ടാണ് പറയുന്നത്. അതിനകത്ത് MLA ഇതും കൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്കൊക്കെ റൂം എടുക്കുന്ന ആൾ ചിലർ സ്വന്തം ചിലവിലാണ് റൂം താമസിക്കുന്നത്, ചിലർക്ക് സൗകര്യങ്ങൾ പോരായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ നോക്കുന്ന ആളുകളുണ്ട്, അവർ സ്വന്തം രീതിയിൽ ഇത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇപ്പോൾ പറയണം എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് അവരോട് ചർച്ച നടത്തണം. അപ്പം വിളിക്കുന്ന ആൾ നമ്മളൊരു കല്യാണത്തിനാണെങ്കിൽ പോലും നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ ആ ലെവലിലാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ? എന്നാലല്ലേ വരാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായി ചർച്ച നടത്തുകയും ഇതിനകത്ത് ആരും ഒരു കൂട്ടം ആളുകളെ മാറ്റി നിർത്തേണ്ട കാര്യങ്ങളില്ല. ഇത് പ്രവാസികളാണ്. അവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ അവർ രാഷ്ട്രീയമുള്ള ആളുകൾ സ്വാഭാവികമല്ല. ഒരു ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ്റിന് താല്പര്യമുള്ള ആളുകളെ അവർ കൊണ്ടുവരുന്നു. അതിൽ 100 പേരുണ്ടെങ്കിൽ ആ 100 പേരിൽ ചിലപ്പോൾ ഒരു പക്ഷേ പിന്നെ നമുക്ക് ഒരു പ്രതിപക്ഷത്തെ കൂടെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒരു 60 പേരെ നമ്മൾ വെക്കുകയാണെങ്കിൽ 40 പേരൊക്കെ എല്ലാ ജനറലായിട്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന വരുന്ന ആളുകളെ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ സാധാരണയായി നമ്മൾ കാണാറുള്ളത് പലരും ഈ ജീവന് പോലും ഭീഷണിയാവുന്ന തരത്തിലേക്കുള്ള പല രാജ്യങ്ങളിലും ജോലി ചെയ്യാറുണ്ട്, പല യുദ്ധങ്ങൾ നിരന്തരമായി നടക്കുന്ന രാജ്യങ്ങളിൽ. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ ജോലി ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം കേരളത്തിൽ ഒരു ബിസിനസ്സുകാരന് അല്ലെങ്കിൽ അദ്ദേഹം ഒരു തൊഴിൽ ചെയ്യാനുള്ള അവസരമില്ലാത്തതോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരന് വളരാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടോ ആണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ ജീവിത നിലവാരം നമുക്കിവിടെ ഉയർത്താൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ നോക്കുക, നമ്മളിപ്പം പണ്ട് ഞങ്ങളൊക്കെ പുറത്തൊക്കെ പോകുമ്പം ആദ്യം മറ്റുള്ളവർ പറയുന്നത് മലയാളികൾ വളരെ വിദ്യാസമ്പന്നരാണ്, അവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം, 100% സാക്ഷരതയുള്ള സ്ഥലമാണ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ കേരളം എഡ്യൂക്കേഷൻ രംഗത്ത് നല്ല വിപ്ലവകരമായ മാറ്റം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ നേട്ടം നമ്മളൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്കും കൂടെ കിട്ടുവാണ്. വിദേശത്ത് പോയാലായിക്കോട്ടെ, കേരളത്തിന് പുറത്ത് സംസ്ഥാനങ്ങളായിക്കോട്ടെ. അപ്പോൾ ഇവിടുന്ന് വിദ്യാഭ്യാസം നേടി ഇവിടെ നമുക്കതിന് അവരുടെ ആ ഒരു വിദ്യാഭ്യാസം നേടിയതിൻ്റെ ആ ഒരു സ്കില്ലൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ജോലി സംബന്ധമായിട്ട് ആളുകൾ മറ്റു സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പം സിറ്റുവേഷൻ എന്താണ്? ജോലി അന്വേഷിച്ചല്ല കുട്ടികൾ പോകുന്നത്, വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ സ്വാശ്രയ കോളേജുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചല്ല. ഇപ്പം ഇന്ന് ചർച്ച ചെയ്തതിനകത്ത് പറഞ്ഞു കുട്ടികൾ മെഡിക്കൽ രംഗത്ത് അവിടെ ചർച്ചയിൽ പങ്കെടുത്ത വിദേശ രാജ്യത്ത് നിന്ന് വന്ന ആരോ പറഞ്ഞ ഒരു പോയിൻ്റാണിത്. അതായത് കുട്ടികളൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എന്ന് വെച്ചാൽ ഇവരെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റും. ഇവരെ ഇവിടെ ഇപ്പോൾ ഉക്രൈനിൽ പോകുന്ന കുട്ടി എന്തുകൊണ്ടാണ് ഇവിടെ MBBS അവർക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല?
അവർക്ക് അവിടെ പോയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തേക്കാട്ടിലും പകുതി പൈസയ്ക്ക് അവിടെ പഠിച്ച് ഡോക്ടറാവും എന്നുള്ള പ്രതീക്ഷയിൽ അവർ പോവാണ്. അവർക്ക് ചിലപ്പോൾ ഡോക്ടറാവണം, പക്ഷേ ഇവിടുത്തെ സാഹചര്യം കൊണ്ട് പറ്റുന്നില്ല. ഇപ്പം പണ്ട് കാലത്തൊക്കെ നമ്മൾ കോളേജുകളിൽ പാരലൽ കോളേജ് സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ? എല്ലായിടത്തും പാരലൽ കോളേജ് ഉണ്ട്. ഇപ്പോൾ എവിടെയും പാരലൽ കോളേജ് ഉണ്ടോ? ഇല്ല. പക്ഷേ അന്നൊക്കെ കോളേജുകൾ റെഗുലർ കോളേജിൽ പഠിക്കുക എന്ന് പറഞ്ഞ ഒരു അംബീഷനോട്ട് നടക്കുന്ന ആളുകളുണ്ട്. കോളേജുകളില്ല. ഒരു ജില്ലയിലൊക്കെ 2-3 കോളേജുകളാണ് പണ്ട് കാലത്ത്. ആ സമയത്തൊക്കെയാണ് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകളിലും ആണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലായാലും ഒക്കെ ഇത്. ഇന്ന് കുട്ടികളൊക്കെ പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ കോളേജുകളുണ്ട്. ഈ കോളേജിൽ എന്താണ് ഇവർ പഠിക്കാൻ താല്പര്യം? ഇപ്പോൾ MBBS പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരുന്നു. ഇവരെവിടെ നിന്ന് കൊടുക്കുക? അതുകൊണ്ട് ഇവർ പുറത്ത് പോകുന്നു. ഈ പുറത്ത് പോകുന്ന പിള്ളേർ പിന്നെ നാളെ ഇവിടെ വന്നിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവർക്ക് ഇതൊരു തരം അത് എല്ലാ തരത്തിലും. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നടന്ന ലോക കേരള സഭയിൽ പങ്കെടുത്തു എന്ന് പറയുന്നു. ഇപ്പോൾ അടുത്ത രണ്ടാമതായി വീണ്ടും പങ്കെടുക്കുന്നു. ഇത് തമ്മിലുള്ള പ്രധാന അന്തരം എന്താണ്? ഇത് മെച്ചപ്പെട്ടിട്ടുണ്ടോ അതോ വീണ്ടും തകർച്ചയിലേക്ക് പോവുകയാണോ? നേരത്തെ ആരോപണങ്ങൾ പോലെ എന്തെങ്കിലും ഇതിൻ്റെ പിന്നിൽ മറ്റ് കള്ളത്തരങ്ങൾ ഉണ്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇനി അടുത്ത വർഷം ഇതുപോലെ അടുത്ത തവണ ലോക കേരള സഭയ്ക്ക് ക്ഷണിച്ചാൽ വരാൻ താല്പര്യപ്പെടുമോ? ലോക കേരള സഭയിൽ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം ഞാൻ ഇതിനകത്ത് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ വന്ന ആ ഒരു സാഹചര്യങ്ങൾ, അപ്പോൾ അതിനകത്ത് ഞാൻ വന്നതിന് ശേഷം എന്നോട് പങ്കെടുക്കണമെന്ന് ഇവിടെ തന്നെ ഞാൻ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും എന്നോട് പറഞ്ഞിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ സാമൂഹിക പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സ്വയം മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. പല വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം. ഇപ്പം കേരളത്തിന് പുറത്ത് ഒരാൾ പോയി ജോലി ചെയ്യുകയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ എവിടെയാണ് അല്ലേ? അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും ഇവിടെയായിരിക്കും, പ്രായമായ ആളുകളാണ്, അവരെ നോക്കാൻ ചിലപ്പോൾ ആളുകളുണ്ട്. അപ്പോൾ ഇവർ ഓടി വരുവാണ്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 2 വർഷം മുമ്പ് ഒരാൾ അവിടെ നല്ല ഗവൺമെൻറ് ജോലി ചെയ്യുന്നതാണ്. അപ്പം പറഞ്ഞു, തൊട്ട് വീടിൻ്റെ അടുത്തുള്ള ഒരാൾ അവരുടെ വീടിനോട് ചേർന്നിട്ട് അതിരുകളിൽ, അപ്പോൾ ഈ പ്രായമായ ആളാണ്, അപ്പോൾ അവർക്ക് അത് പരിഹരിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അതിന് കൃത്യമായിട്ട് റെസ്പോൺസ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെ സമീപിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ടെൻഷനാണ് അവിടെ ജോലി ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഇവിടെ സ്വന്തം വീട് വെക്കാൻ വേണ്ടി പല ആളുകളും പുറത്ത് പോകുന്നതിനാ സ്വന്തം വീട് വെക്കുക. അപ്പം അവർ ജോലി ചെയ്തിട്ട് അവിടെ തന്നെ ആയിരിക്കും, വീട്ടിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയും നാട്ടിൽ വരുന്ന സമയത്ത് താമസിക്കുന്നു. അവർ ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഗവൺമെൻറ് ഓഫീസിൽ പോകുമ്പോൾ അവരതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചോദിക്കും. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ പലതും കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവരുടെ അഡ്രസ് പ്രൂഫ് കേരളവുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡ് കൊടുക്കാൻ ചോദിച്ച് റേഷൻ കാർഡിൽ പേരുണ്ടാവില്ല. 6 മാസം കഴിഞ്ഞ് പോകുന്ന ഒരു പ്രവാസി NRK ആയിട്ടാണ്, അല്ല കേരളത്തിന് പുറത്ത് താമസം NRK ആണ്. അപ്പോൾ ഇവിടെ ഒരു ഏകജാലക സംവിധാനം ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്നാണ്. അപ്പോൾ ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളവിടുന്ന് പറഞ്ഞ് ലെറ്റർ അയച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇന്നലെ ഞാൻ ആ സഭയിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിന് പുറത്ത് നമ്മുടെ ആളുകളുടെ കഴിവ്, അതിപ്പോൾ ഞങ്ങളൊക്കെ പുറത്ത് പോകുമ്പോൾ ആദ്യം കാണുന്ന എന്താ പറയുക, ടോയ്ലറ്റ് സംവിധാനങ്ങൾ. നിങ്ങൾ നോക്കുവാണെങ്കിൽ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണം, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുന്ന അത്യാവശ്യം വന്ന് പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ബോംബെ ആണെങ്കിൽ എനിക്കറിയാവുന്നതാണ്, മഹാരാഷ്ട്രയുടെ സ്ഥലങ്ങളിൽ പോകുകയാണെങ്കിൽ അവിടെ തന്നെ ഇപ്പോൾ നിങ്ങൾ 2-3 കിലോമീറ്റർ യാത്ര ചെയ്തു, അവർക്ക് തോന്നുന്നു അന്നും ടോയ്ലറ്റിൽ പോകണം. ടോയ്ലറ്റ് അന്വേഷിച്ച് നടക്കേണ്ടി വരും. പോകുന്ന വഴിയിൽ തന്നെ ടോയ്ലറ്റുകളുണ്ടാവും. അവിടെ ഇവർക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് സൈൻ ബോർഡുകൾ കാണാം, ഒരു 500 മീറ്റർ ദൂരെ ടോയ്ലറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ സ്കൂളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ മെസ്സേജ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഉള്ള ഒരു ഫെസിലിറ്റി. അതേപോലെ തന്നെ നമ്മൾ ടൂറിസം ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുന്നു. ഈ പുറത്തുനിന്നുള്ള ആൾ ഇവിടേക്ക് വരുവാണ്. ഈ വരുന്ന കേരളത്തിലെത്തിക്കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, കേരളം കാണാൻ വളരെ മനോഹരമാണ്, പക്ഷേ യാത്ര ചെയ്ത് വരുന്ന ഒരാൾക്ക് ഒരു പൊതു ടോയ്ലറ്റ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പം ഇത്തവണ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തത്, നിങ്ങൾ ടോയ്ലറ്റുകൾ നന്നാക്കി ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കേരളത്തിന് പുറത്ത് താമസിക്കുന്ന എല്ലാ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അതറിയാം. ഓക്കെ, നിങ്ങൾ പേ ചെയ്യും, ഇവിടെയും പേ ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെയും യൂസ് ചെയ്യാൻ വേണ്ടി ആളുകൾ യൂസ് ചെയ്യാൻ വേണ്ടി ഇപ്പം പോകുന്നത് പെട്രോൾ പമ്പുകളിലൊക്കെയാണ് പോയിട്ട് വണ്ടിയും കൊണ്ട് വരുന്ന ആളുകൾ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് അവർ പറ്റുന്നില്ല. ലോക കേരള സഭയിലുള്ള ആളുകൾ പറയുക, അവർ ഇതിനകത്ത് ചിലവെടുക്കാനോ അല്ലെ അവർ എല്ലാ സ്ഥലങ്ങളിലും വീട് വെച്ച് കൊടുക്കുന്ന ആളുകളുണ്ട്. ഈ പറഞ്ഞ ഇന്നലെ തന്നെ ഈ മരിച്ചവരുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടുന്ന് തന്നെ ബിസിനസ് ചെയ്യുന്ന പല ആളുകൾ, ആ സഭയിൽ മെമ്പറായിട്ടുള്ള ആളുകൾ അവിടുന്ന് തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് സ്വമേധയാ, ആരും പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടില്ല, സ്വമേധയാ പുറത്തേക്ക് വരുവാണ്. അപ്പോൾ എന്താണ്, ഒരു കൂട്ടം ആളുകൾ കൂടിയിരിക്കുമ്പോൾ അതിൽ കഴിവ് ഉള്ള ആളുകൾ, സാമ്പത്തിക സ്ഥിതിയുള്ളവരുണ്ടാവും, അവർ മറ്റുള്ള സഹായിക്കാൻ മനസ്സുള്ളവരാണ് പ്രവാസികൾ. അപ്പോൾ ഇവിടെ ഇതൊന്നും ചെയ്യുന്നില്ല, അടിസ്ഥാനപരമായ സൗകര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അപ്പം വ്യത്യാസം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ പല കാര്യങ്ങളും ഇതുപോലെ നിർദ്ദേശങ്ങൾ കൊടുത്തെങ്കിലും എല്ലാം ഒന്നും നടപ്പിലാക്കാൻ ഗവൺമെൻറ് സാധിക്കില്ല. ഓക്കെ, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ
അത് എന്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല, അതിനൊരു പോസിറ്റീവായിട്ട് കാണണ്ടേ. അപ്പോൾ അത് ഇത്തവണ കുറേയൊക്കെ ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് ഈ സഭയിൽ വരുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഓൺലൈൻ പോർട്ടൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പ്രവാസികളുടെ കണക്കെടുപ്പ്, ഒരു മൈഗ്രേഷൻ സർവേ വിദേശ മലയാളികൾക്ക് വേണ്ടി നടത്തിയായിട്ട് പറയുന്നുണ്ട്. വിദേശ മലയാളികളുടെ കണക്കെടുപ്പ് നമ്മൾ കണക്കെടുപ്പ് നടത്തണ്ടേ. നമ്മളിപ്പം പറയുന്നത് 3.5 കോടി ജനങ്ങളുണ്ട്, അതിൽ 1/2 കോടികളും കേരളത്തിന് പുറത്താണ് നമ്മൾ പറയുന്നത്. എന്താണ് കണക്ക്? ഇപ്പം ഈ കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ. കോവിഡ് വന്നപ്പം ആളുകളൊക്കെ നാട്ടിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിച്ചു. ആ ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്ക് പല സിസ്റ്റങ്ങളുണ്ട്. ആ സിസ്റ്റത്തിൽ എൻട്രി ചെയ്യണം. നോർക്ക് ഹെൽപ്പ് ചെയ്യുന്നവർ നോർക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എവിടെയാണ്? പല സ്ഥലങ്ങളിൽ നോർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. എൻട്രി ചെയ്ത ആളുകളെയൊന്നും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടേക്ക് ഈ പറഞ്ഞ രീതിയിൽ പോർട്ടലോ ഇവരുടെ കണക്കെടുപ്പ് നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം കേരളത്തിന് പുറത്ത്. ഇപ്പോൾ വളരെ നിസ്സാരമാണ്, ഗവൺമെൻറ് താല്പര്യം കാണിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് പ്രവാസികളുടെ വിഷയങ്ങൾ ഇതുപോലെ ചർച്ചയിൽ വന്നാൽ മാത്രമേ ഇതൊക്കെ ചർച്ചയിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുള്ളൂ, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പോയിൻ്റ് ഇതാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ പരിഹാരം കാണണം. നിങ്ങളുടെ ചർച്ചകൾ കൂട്ടായിട്ട് തീരുമാനങ്ങളുണ്ടാവണം. നമ്മൾ വെറുതെ ഇങ്ങനെ വന്ന് സഭ നടത്തി പോയിട്ട് കാര്യമില്ല. ഒരു ട്രാൻസ്പെറൻസി ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയണ്ടേ. അപ്പോൾ അത് ഇത്തവണ മുഖ്യമന്ത്രി ഇപ്പോൾ ലാസ്റ്റ് സഭാവന സമ്മേളനത്തിൽ പറഞ്ഞ് ഒരു പോയിൻ്റ് ഇതാണ്, പ്രതിപക്ഷത്തെയും കൂടെ ചർച്ച നടത്തി നമ്മൾ പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ എന്തൊക്കെ പദ്ധതികളാണ്, അതായത് പ്രവാസികൾക്ക് ഒരു സംരക്ഷണം തീർക്കുവാൻ വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ് ഈ മന്ത്രിസഭ പറയുന്നത്? അല്ലെങ്കിൽ അതിൽ എല്ലാം നടപ്പിലാക്കാൻ സാധിക്കുന്നതാണോ, അത് വെറുതെ പറയുന്നതാണോ? അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, ഇതിനകത്ത് ഒരു തിരിഞ്ഞ ചർച്ചകൾ ഈ പറഞ്ഞ പല രാജ്യങ്ങളിനകത്ത് നടക്കുന്ന വെച്ചാൽ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളെല്ലാം കൂടെ കൂടിയിട്ട് അവർ മേഖല തിരിച്ച് ചർച്ചകൾ നടത്തും. അവരുടെ ആവശ്യങ്ങളാണ് പറയുക. ഇപ്പം യാത്ര ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട്. ഓൾറെഡി നോക്കയിൽ ബോഡി നാട്ടിലെത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് വീണ്ടും ഇവർ പറയുന്നത്. പക്ഷേ പല സ്ഥലങ്ങളിലുള്ള ആളുകളല്ലേ, അപ്പോൾ അവരവരുടെ ഇത് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചും പറഞ്ഞു, നമ്മൾ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സർവേ ഇതുവരെ ഗവൺമെൻറ് മുൻകൈ എടുത്ത് ചെയ്യാൻ. അതിനുവേണ്ടിയാണ് ഇന്നൊരു പോർട്ടൽ അവർ ഓപ്പൺ. ആ പോർട്ടലെല്ലാം അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നേരത്തെ ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഇതിനകത്ത് താല്പര്യം കാണിക്കണം. ഈ ഒരു സമ്മേളനം കഴിഞ്ഞതോടുകൂടി ഇത് നിർത്തിപ്പോയിട്ട് കാര്യമില്ല. സമ്മേളനം കഴിഞ്ഞതിന് ശേഷവും ഇതിന് മൊത്തത്തിൽ എന്താണ് നടക്കുന്നത്, ഇവർ പറഞ്ഞ കാര്യങ്ങൾ എന്ത്, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വേണം. അപ്പോൾ നോർക്കയെ തന്നെ കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കണം. ഇപ്പോൾ നോർക്ക നമ്മൾ നോക്കുകുത്തിയായിട്ട് നോർക്ക വന്നിട്ട് കാര്യമില്ല. അപ്പോൾ പലപ്പോഴും ഈ ഒരു വിഷയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. പിന്നെ ഇതിനെപ്പറ്റി ഇപ്പോൾ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ആലോചിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. ഈ പറഞ്ഞ സഭ നടക്കുന്ന സമയത്ത് എല്ലാവരുടെയും പ്രസൻസ് ഉണ്ട്. അതുമാത്രമല്ല എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവരോടൊക്കെ പെരുമാറുന്നത്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടതാണ്. അതൊക്കെ ഇത്തവണ പറഞ്ഞു. ഞാൻ തന്നെ ഒരു റീജിയണൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ അന്ന് ആ സഭയുടെ ചെയർമാൻ നമ്മുടെ മുൻ മിനിസ്റ്ററായിരുന്നു അനിൽകുമാർ മിനിസ്റ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ കഴിഞ്ഞതും ഈ ആളുകളൊക്കെ ആവശ്യത്തില്ല, അവർക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് നമ്മളിങ്ങനെ വെറുതെ ചടങ്ങായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അത് തീർച്ചയായും തീരുമാനങ്ങളുണ്ടാവണം. അപ്പോൾ അതിനുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം വന്നിരിക്കുന്നുണ്ട്, അവരത് നോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ട് ചെയ്ത പോയിൻറ്റുകളൊക്കെ പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി സമാപന സമ്മേളനത്തിൽ സംസാരിക്കുന്നത്. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇതിനും കൂടെ കുറച്ചും കൂടെ ട്രാൻസ്പെറൻസി ഉണ്ടാവണം. ഇവിടെ നല്ല രീതിയിൽ പോയി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവണം. അവർക്ക് ആകെ ആശ്രയിക്കാൻ പറ്റുന്നത് അവരുടെ ഇതിപ്പോൾ കേരളത്തിന് പുറത്ത് പോകുന്ന ആളുകളൊക്കെ ഡേ ടു ഡേ കാണുന്ന ന്യൂസ് പോലും മലയാളത്തിൽ ന്യൂസാണ്. അവർ കാണുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരാണ്, രാഷ്ട്രീയ നേതാക്കന്മാരാണ്, MLA മാരാണ്. അവർ താമസിക്കുന്ന സ്ഥലത്ത് പോലും ഇപ്പോൾ കേരളത്തിന് പുറത്ത് ഇപ്പോൾ ഞാൻ കേരളത്തിന് പുറത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അപ്പം കോവിഡ് വന്ന സമയത്ത് പല ആളുകളും അവർക്ക് സഹായത്തിന് വേണ്ടി വിളിക്കുന്നത് കേരള സർക്കാരിലെ ഇവിടുത്തെ മന്ത്രിയൊക്കെയാണ്. അവിടുത്തെ ടോൾ ഫ്രീ നമ്പറുകൾ മീഡിയയിൽ വരുന്നില്ല, മലയാള ന്യൂസായി അവർ കാണുന്നത്. അപ്പം മലയാള ന്യൂസ് മാത്രം ഇപ്പോൾ പ്രത്യേകിച്ച് നേഴ്സുമാരുടെ ആ പ്രശ്നങ്ങളൊക്കെ ആ കോവിഡ് സമയത്ത് വന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഒരു സെമിക് ട്രെയിൻ ബോംബെയിൽ നിന്ന് നമ്മൾ ബോംബെയിലേക്ക് കൊണ്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഇവിടെ അതിഥി തൊഴിലാളികൾ നമ്മൾ പേരിട്ട് വിളിച്ച് അവർക്ക് കൊടുക്കുന്ന പ്രിവിലേജ് പോലും പ്രവാസികളായിട്ടുള്ള പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നത് അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോലും പോയി കഴിഞ്ഞാൽ കൃത്യമായി കാണും. ഒരു വീട് വെക്കാൻ വേണ്ടി വന്ന പഞ്ചായത്ത് കയറി ഇതിനൊന്നും സമയമില്ല. അപ്പോൾ ഏകജാലക സംവിധാനം കൊണ്ടുവന്നു ചോദിക്കും. ഇപ്പം ഇൻഷുറൻസ് പരീക്ഷ കൊടുക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു രീതിയിൽ അങ്ങ് ചർച്ചയിൽ പോകുന്ന ഒരു രീതിയാണ് ഇപ്പം കണ്ടുവരുന്നത്.
ഒന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ആ, ഒരു വിഷയം ഉന്നയിക്കുകയുണ്ടായി. അതായത് മുഖ്യമന്ത്രി ഈ ഗൾഫ് രാജ്യങ്ങളടക്കമുള്ള വിദേശ രാജ്യങ്ങൾ പര്യടനം നടത്തുന്നു, പക്ഷേ അവിടങ്ങളിലെ ലേബർ ക്യാമ്പുകളിൽ പോലും ഒന്ന് പോയി ശ്രദ്ധിക്കുകയോ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരുമായി ചർച്ച നടത്തുകയൊന്നും ചെയ്യാത്ത മുഖ്യമന്ത്രിക്ക് എന്ത് അടിസ്ഥാന യോഗ്യതയാണ് ഇത്തരത്തിലൊരു പരിപാടി നടത്താനുള്ള തരത്തിലേക്കൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല, ഏത് മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആളുടെ മാത്രം സ്വന്തമായിട്ടൊരു ഇതല്ല. അപ്പം കേരളത്തിൽ ജനങ്ങൾ കാണുന്നത് എൻ്റെ മുഖ്യമന്ത്രി ഞങ്ങൾ കാണാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാക്കിയെടുക്കുകയും ലേബർ ക്യാമ്പുകളിൽ പോകുന്നത് മാത്രമല്ല അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരെ പരിഹരിക്കുകയൊക്കെ ചെയ്യണം. അപ്പം ഇതിന് മുമ്പ് നേരത്തെ ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാറുള്ള സമയത്തും ആളുകളെയൊക്കെ പോയി കണ്ടു. ഏത് സമയത്തും വിളിച്ച് ആളുകൾ സംസാരിക്കും. ഇപ്പം ഈ കോവിഡ് സമയത്തൊക്കെ പുറത്തുനിന്ന് വന്ന് ഇപ്പം ബോംബെ ആയതുകൊണ്ട് എനിക്കറിയാം കൃത്യമായിട്ട്. അപ്പോൾ എന്നെയൊക്കെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഇറ്റലിയിൽ നിന്ന് വന്ന നേഴ്സുമാർ ഇവിടെ വരുമ്പോൾ കോവിഡ് കാലം എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് പറയാം. അപ്പം വിദേശ രാജ്യത്ത് വരുന്ന ആളുകൾ വരുമ്പോൾ അവരുടെ എല്ലാം പ്രശ്നങ്ങൾ അതുപോലെ ഏത് സമയത്തും വിളിച്ചാൽ ഒരു പ്രവാസി വിഷയത്തിൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരുടെയോ ഒരു കൂട്ടായ്മ എപ്പോഴും ഉണ്ടാവണം. അതിന് പറ്റാതെ ഇത് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ലേബർ ക്യാമ്പുകളിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാവരും തന്നെ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ആ സമയത്ത് ആ രീതിയിൽ കാണണം. പ്രവാസികളുടെ കാര്യത്തിൽ ഗൗരവത്തിൽ കാണണം. അതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പ്രവാസികൾ കേരളത്തിന് പുറത്ത് താമസിക്കുക എവിടെയില്ല ഇവിടെയില്ലാത്ത അവസ്ഥയാണ്. അവിടെ പോകുമ്പോൾ നമ്മളൊന്നും ആലോചിച്ചു. ഇപ്പോൾ ഞങ്ങൾ മറുനാട്ടിൽ താമസിക്കുന്നതാണ്. അവിടെ പോകുന്ന ആൾ നമ്മളെ ഒരിക്കലും അവരുടെ സ്വന്തമായിട്ടുള്ള ആളായിട്ട് കാണില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും കാണുന്നില്ല, ഇല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് അകം കേരളം പുറം കേരളം എന്ന് പറയുമ്പോൾ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ മനസ്സെന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും പലപ്പോഴും ഇതൊന്നും ആ ഒരു ഇല്ല. ഇവിടെ ബംഗാളികൾ കണ്ടുപോകാൻ ജോലി ചെയ്യുന്നുണ്ട്. അവരെ ആരെങ്കിലും നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് അവരെ നാളെ ഇവിടുത്തെ ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ആളുകളുടെ രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അത് കേരളത്തിന് മുതൽക്കൂട്ടായി മാറണം. അതിന് തീർച്ചയായിട്ടും ഈ പ്രവാസികളായിട്ടുള്ള ആളുകളുടെ അവർ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ തയ്യാറാണ്. ഇപ്പം പ്രളയം വന്നു, സഹായിച്ചതാരാണ്? പ്രളയം വന്നപ്പോൾ സഹായിച്ചത് പ്രവാസികളാണ്. അവർ പ്രവാസികളെ സഹായിച്ചപ്പം ഞങ്ങൾ ഇപ്പോൾ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും അന്യഭാഷക്കാരായ ആളുകളും കൂടെ കോടീകരിച്ചു കൊണ്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതൊരു വലിയൊരു നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്കിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതപ്പം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വിവാദങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഈ നെറ്റ്വർക്ക് കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു ആളുകളും മാത്രം ഉപഭോക്താക്കളായി മാറുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. അതിന് മാറ്റം ഉണ്ടാവണം. അതിന് മാറ്റം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ട് കൂടുതൽ ആളുകൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വരുന്ന സാഹചര്യം ഇപ്പം ഇതൊരു വൺ സൈഡായിട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. അത് മാറാതിരിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ആണെങ്കിലും ശ്രദ്ധിക്കുന്നത്. അവസാനമായൊരു ചോദ്യം കൂടി. അങ്ങയെ സംബന്ധിച്ച് അങ്ങ് മഹാരാഷ്ട്രയുടെ PCC ജനറൽ സെക്രട്ടറിയാണ്. സ്വാഭാവികമായും പ്രതിപക്ഷ പാർട്ടി, അതായത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഈ പരിപാടിയോട് വലിയ വിമുക്തത പ്രകടിപ്പിക്കുമ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്? പാർട്ടിക്കുള്ളിൽ നിന്ന് അത്തരത്തിലൊരു വിലക്കുണ്ടാകാനുള്ള സാധ്യതയില്ല ഇതിൽ? ഞാൻ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് ഇതിനകത്ത്. അവർക്ക് ഈ പങ്കെടുക്കുമ്പം തന്നെ അവിടെ അറിയണമെന്ന് എനിക്കറിയില്ല. പങ്കെടുത്തതിന് ശേഷം പല ആളുകളും നമ്മുടേതായ ആളുകളുണ്ട്. അവർ പലപ്പോഴും അതിനകത്തുണ്ടായിരുന്നു OICയുടെ പ്രതിനിധികളുണ്ടായിരുന്നു. അവരൊക്കെ വരുന്നു, ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നു. പല ആളുകളും പിന്നെ ഞങ്ങളൊക്കെ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് ഞങ്ങളെ നേരിട്ട് വന്ന് സമീപിക്കുന്നു, ഞങ്ങളോട് നിന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ അവരൊക്കെ പറയാറുണ്ട് നമ്മളുടെ ആളുകളെയും കൂടെ അടുത്ത പ്രാവശ്യയിലും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആളുകളെയും കൂടെ കാണാൻ. അപ്പോൾ ഞാനത് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പ്രവാസിയല്ലേ, പ്രവാസികൾക്കൊക്കെ പങ്കെടുത്തോളം ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. UDF കൺവീനർ എന്നോട് പറഞ്ഞു ഇതിൽ പങ്കെടുത്തോളൂ. ഇവിടെയുള്ള UDFൻ്റെതായ ഇവിടുത്തെ MLAമാരും MPമാരും ഇതിനകത്ത് പ്രതിനിധികളായിട്ടുള്ള ആളുകളോട് മാത്രമാണ് ഇങ്ങനെയൊരു കാര്യത്തിൽ അവർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ട് ഇപ്പം ഈ പറഞ്ഞ പ്രവാസികളുടെ വിഷയത്തിനകത്ത് UDFനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം കലർത്താൻ വേണ്ടി അവർക്കും താല്പര്യമില്ല. കാരണം ഈ പ്രവാസികളുടെ വിഷയം എന്ന് പറഞ്ഞാൽ പ്രവാസികളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആരാണ്? UDF സംവിധാനം തന്നെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാനിപ്പോൾ ഈ പരിപാടി പങ്കെടുക്കുക, എന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒപ്പം തന്നെ ഞാൻ ഓൾ മുംബൈ മലയാളി അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങൾ പ്രവാസികളൊക്കെയാണ്. എൻ്റെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നടത്തുന്ന 2 പരിപാടികളുണ്ട്. ഓണത്തിന് ഞങ്ങൾ CST സ്റ്റേഷനിൽ 26 ലക്ഷം ആളുകളാണ് കഴിഞ്ഞ തവണ ഞാനിട്ട പൂക്കളം കണ്ടത്, ഗവൺമെൻറ് കണക്കും പ്രകാരം, റെയിൽവേയുടെ ഇതനുസരിച്ച്. അവിടെ ഇതിലെല്ലാം മലയാളികളുടെ പേരാണ് വരുന്നത്.
ആ പൂക്കളം തിരുവോളം ദിവസമാണ് കാണുന്നത്. അന്യഭാഷക്കാർ 80 ലക്ഷം ആളുകൾ കടന്നു പോകുന്ന ഒരു സ്റ്റേഷനാണ് ഈ CH സ്റ്റേഷൻ പെർ ഡേ. നമ്മൾ 2 ദിവസം വെച്ചിട്ട് 26, അത് നമ്മളുടെ അല്ല, അതിനകത്തെല്ലാം മലയാളികളുടെ ആയ ഇതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഓൾ മുംബൈ മലയാളി അസോസിയേഷൻ ആ പൂക്കളത്തിൽ എഴുതും. അതുപോലെ മറാഠി മലയാളി എത്നിക് പ്രോഗ്രാം, മറാഠികളെയും മലയാളികളെയും കൂടെ കൂട്ടി ഒന്നിപ്പിച്ചുകൊണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഞങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കിങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് ഈ പറഞ്ഞ ഏകപക്ഷീയമായ ഒരു സൈഡിൽ നിന്ന് വന്നതല്ല. 2022 ആ സമയത്ത് ഞങ്ങൾ UDF സഹകരിക്കണമെന്ന് ആഗ്രഹിച്ചു. UDFന് സഹകരിക്കാൻ വേണ്ടി താല്പര്യങ്ങൾ ഇതിനകത്ത് വരുമ്പോൾ അതിനകത്തുള്ള അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്ന അപാകതകൾ പരിഹരിക്കണം. അവർക്ക് ട്രാൻസ്പെറൻസി വേണ്ടേ നമ്മൾക്ക്. ഒരാളെ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിനകത്ത് നെഗ്ലക്റ്റ് ചെയ്തിട്ട് ആൻസറില്ല. അപ്പോൾ അവരെയും കൂടെ ചേർക്കാൻ പറയുന്ന കാര്യങ്ങളിൽ ധൂർത്തുണ്ടായിരുന്നു. പ്രതിപക്ഷം പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം എവിടെ കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് വരില്ലല്ലോ. അപ്പോൾ ഇത് പ്രവാസികളുമായിട്ടൊന്നും UDF എപ്പോഴും സഹായിക്കുന്നത് പ്രവാസികളെയാണ്. അതിനകത്ത് പ്രവാസി സംഘടനകളായ ഞങ്ങളുടെ KMCCയുടെ ആളുകളുണ്ടായിരുന്നു, OICCയുടെ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ പാർട്ടി പൊസിഷൻ പല ആളുകളും ഇതിനകത്ത് വരുമ്പോൾ അതല്ല ഒരു പ്രശ്നം. അപ്പോൾ ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ വരുമ്പം നമ്മളുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് വളരെ സന്തോഷത്തോടെ. അപ്പോൾ നമ്മൾ പറയുന്ന പോയിൻറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകളാണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളൊക്കെ ഇവർ പങ്കെടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവിനും അറിയാം. അതുപോലെ തന്നെ ഞങ്ങളുടെ മഹാരാഷ്ട്രയിൽ ഇൻചാർജായിട്ടുള്ള രമേശ് ചെന്നിത്തലജിക്ക് അറിയാം, UDF കൺവീനർ MM മസ്ജിക്ക് അറിയാം. അവരൊക്കെ പറഞ്ഞത് പ്രവാസികളിലൂടെ നമ്മൾ ചേർത്ത് പഠിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ്. പക്ഷേ ഗവൺമെൻറ് ചെയ്യുന്ന പല കാര്യങ്ങളിലും ഇപ്പോൾ തന്നെ നോക്കൂ, ഇപ്പം ഈ പറഞ്ഞ കുവൈറ്റ് പ്രശ്നം, പക്ഷേ അവർക്കും ഈ വന്ന ആളുകൾ പറയുന്നു ഇപ്പോൾ അമേരിക്കയിലും ലണ്ടനിലും ഓസ്ട്രേലിയയിലും ഒക്കെയുള്ള പ്രതിനിധികളാണ് വരുന്നത്. പക്ഷേ കുറച്ചുകൂടെ എൻ്റെ ഒരു പേഴ്സണലായിട്ട് അഭിപ്രായത്തിൽ ഈ പ്രതിനിധികളെ ഉൾപ്പെടുത്തുമ്പം പരമാവധി ആളുകളെ, ഇപ്പോൾ നിങ്ങളൊരു ഗവൺമെൻറ് 100 പേരെ തിരഞ്ഞെടുക്കുമെന്ന്, ഓക്കെ അവരുടെ ഗവൺമെൻറ്റാണ് 100 പേരെ എടുക്കുമ്പം ഇപ്പുറത്തൊരു 40 പേരെയും 30 പേരെയൊക്കെ ഉൾപ്പെടുത്തണ്ടേ? അങ്ങനെ ഒരു സിസ്റ്റം വരണം. ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനോട് വേണ്ടിയില്ല, പൊതുപ്രവർത്തനം നടത്തുന്ന. ഇപ്പോൾ 2018 ഞാൻ ഈ സഭയിൽ മെമ്പറല്ല. ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നോക്കുകയാണെങ്കിൽ ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ ആ 10 പേരുടെ ഉള്ളിൽ എൻ്റെ പേരുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല മറാഠി മലയാളി എത്നിക് പ്രോഗ്രാം ചെയ്യുന്നു. പക്ഷേ ഇതിനകത്ത് വരുന്ന ഈ പറഞ്ഞ ആളുകളെ തിരഞ്ഞെടുക്കുമ്പം ആ തിരഞ്ഞെടുക്കപ്പെട്ട് ഇതിനകത്ത് മെമ്പറായതിനു ശേഷമാണ് പല ആളുകളും അറിയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകരാണ്. പിന്നെ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകളെന്ന് പറയും. അപ്പോൾ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ഡെവലപ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ എന്തെങ്കിലും ഞങ്ങൾ പുറത്തു പോയി ഞങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കണോ, അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് തുടങ്ങാൻ ബിസിനസ് തുടങ്ങാനുള്ള അവസരങ്ങൾ അതൊക്കെ ഇപ്പം പറഞ്ഞിട്ടുണ്ട്. മെല്ലെ മെല്ലെ അത് പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം ഒരു ഏകജാലക സംവിധാനം, അതുപോലെ പ്രോപ്പർട്ടി വിഷയങ്ങളിലൊക്കെ ഒരു പരിഹാരം ഗവൺമെൻറ്, ഇതിനൊക്കെ ഈ പ്രവാസികളുടെ UDF തന്നെയാണ് മുൻകൈ എടുത്ത് ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ ഈ നോർക്ക വകുപ്പ് തന്നെ ഉണ്ടാക്കിയത് UDF ആണ്. MM മസ്ജിക്ക് ആയിരുന്നു ആദ്യത്തെ ഇതിൻ്റെ എഴുത്. അതിൽ നമ്മൾ വയലാർ രവീന്ദ്രൻ പിന്നീട് ഇത് കണ്ടിട്ടാണ് സെൻട്രലിൽ വന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ ഗൗരവത്തിൽ കണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇതിനകത്തോടൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല. ഇതിനകത്ത് നമ്മൾ പങ്കെടുക്കുന്നതും നമ്മൾ പാർട്ടിയുടെ ഭാരവാഹി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സംഘടന സംവിധാനത്തിൻ്റെ ഭാഗമായി മലയാളികളുമായിട്ട് കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ പങ്കെടുത്തോളാൻ അതുകൊണ്ടാണ് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞതാണ്. അത് പിന്നെ അതൊന്നും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം തന്നെയെന്ന് എനിക്കറിയില്ല. എന്തായാലും കേരളത്തെ കൈത്താങ്ങായി പിടിച്ചു നിർത്തിയിട്ടുള്ള പ്രവാസികളെ സംരക്ഷിക്കുവാൻ തരത്തിൽ ലോക കേരള സഭ നല്ലതാണ്. പക്ഷേ അതിന് സുതാര്യതയുണ്ടാകണം. ഏകപക്ഷീയമായി അത് മാറുവാൻ പാടില്ല എന്നാണ് LKS പ്രതിനിധിയായി ലോക കേരള സഭയിൽ പങ്കെടുത്ത ജോതു തോമസ് വ്യക്തമാക്കുന്നത്.